ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം സ്കോട്ട്ലൻഡിൽ വളരെ റെയറായിട്ട് കണ്ടുവരുന്ന ഡേയ്സാണ് സണ്ണി ഡേയ്സ്. പ്രത്യേകിച്ച് സമ്മറിൽ നമുക്ക് എപ്പോഴും സണ്ണ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അത് എസ്പെഷ്യലി സ്കോട്ട്ലൻഡിൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു സണ്ണി ഡേ ആയിട്ട് നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിച്ചാലോ? അപ്പോൾ ചേട്ടൻ ഇന്ന് ഓഫാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എഡിൻബറയിലൊരു പുതിയ ഫുഡ് ട്രക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നല്ല അടിപൊളി കേരള സ്റ്റൈൽ ഫുഡ് കഴിച്ചേക്കാണ്. അപ്പം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് റെഡിയായിട്ട് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം കൂടുതൽ വിശേഷങ്ങൾ പുറകെ കാണാം. സോ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പതുക്കെ കുറച്ച് പുട്ടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി ഈയിടെ മൊറോക്കോയിൽ പോയായിരുന്നു. നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, ഒരുപാട് പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മൊറോക്കോയിൽ മാത്രം കിട്ടി വരുന്നൊരു സാധനമാണത്. അതായത് നാച്ചുറൽ ലിപ്സ്റ്റിക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ശകലം വെള്ളം ഒഴിച്ച്, നമ്മുടെ മറ്റേ ചന്ദനമൊക്കെ ചാലിക്കുന്ന പോലെ ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മളെടുക്കുമ്പോൾ അത് നല്ല ഡാർക്ക് റെഡായിട്ട് വരും. നമുക്കിത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം, ചുണ്ടിലും നമുക്ക് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഞാനത് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം തുടച്ച് മാറ്റിയിട്ട് ഞാൻ നൈസായിട്ട് മുഖത്ത് ചെറിയ ബ്ലഷ് പോലെ അത് യൂസ് ചെയ്തു. പക്ഷേ ബ്ലഷായിട്ട് യൂസ് ചെയ്താൽ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ചുണ്ടിൽ ലിപ്സ്റ്റിക്കായിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളറിൽ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ പതുക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൊടിയും തട്ടി വീട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങാനുള്ള പുറപ്പാടാണ്. മിച്ചാപ്പി നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് അവൻ്റെ ബാഗും എല്ലാം പാക്ക് ചെയ്തു. ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ താഴോട്ട് ഇറങ്ങി ഞങ്ങൾ ഡിക്കിയിൽ അവൻ്റെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചിത്തോടെ പതുക്കെ ഡ്രൈവിങ് തുടങ്ങി. പിന്നെ ഡ്രൈവിങ് തുടങ്ങിയപ്പോൾ മിച്ചാപ്പി പതുക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേച്ചു. അവനാണെങ്കിൽ ഭയങ്കര വൈബിൽ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് അവൻ്റെ കാർ സീറ്റിലിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് 1 അവറോളം ഉണ്ട് നമുക്ക് എഡിൻബറയിലോട്ടുള്ള ട്രാവൽ. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജേർണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 10-15 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഒരു 30 to 38 മിനിറ്റ്സോളം നമുക്ക് ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫാമിലി കഥകളൊക്കെ പറഞ്ഞു. കാരണം വളരെ റെയറായിട്ട് കിട്ടുന്ന ദിവസങ്ങളാണല്ലോ ഇങ്ങനെ നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ കഥയൊക്കെ പറഞ്ഞു, പാട്ടൊക്കെ കേട്ടു. ഞാനാണെങ്കിൽ ഇടയ്ക്ക് മാപ്പിൽ നോക്കുന്നുണ്ട് എത്ര മിനിറ്റും കൊണ്ടുണ്ട്. കാരണം വിശന്നിട്ട് വയ്യേ. സമയം ഓൾറെഡി രാത്രി 8 മണിയായി. പക്ഷേ നമുക്കിവിടെ സമ്മർ ടൈമിൽ ഒരു 11 o'clock to 12 o'clock ആ ടൈം വരെ നല്ല വെട്ടം കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ജേർണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വമ്പൻ പണി കിട്ടും ഗൈസ്. ആ പണിയിൽ സങ്കടപ്പെട്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന എൻ്റെ പാവം ഭർത്താവ് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഒരു ബാക്ക് ടയർ പൊട്ടിപ്പോയിരിക്കുന്നു. മോട്ടോറിൽ വെച്ചാണ് സംഭവം നടന്നത്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഷോപ്പ് വരെ ഓടിച്ചെത്താൻ പറ്റി. അത് റൺ ഫ്ലാറ്റ് ടയർ ആയതുകൊണ്ട് മാത്രം നമുക്ക് റൺ ചെയ്ത് നമുക്ക് ഷോപ്പിലെത്താൻ പറ്റി. എസ്പെഷ്യലി സൺഡേ ആണ്. നമുക്ക് ഒരു ഷോപ്പ് പോലും തുറന്നിട്ടില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ടയറിൻ്റെ ഞാൻ ഇത്രയും നാളെ ഇവിടെ വന്നിട്ട് പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഡോക്ടർ ടയേഴ്സ് എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. അത് 24/7 അവർ വർക്കിംഗ് ആണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ടൈമിലോ അല്ലെങ്കിൽ നമുക്ക് സൺഡേസിലോ ഒക്കെ നമുക്കിതുപോലെ ടയർ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടുപോയി നമുക്ക് മാറാവുന്നതാണ്. അങ്ങനെ ടയർ തിരിച്ചു മറിച്ചൊക്കെ നോക്കി ചേട്ടൻ ടയറൊക്കെ സെലക്ട് ചെയ്തു, ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ നൈസായിട്ട് നമ്മുടെ പൊട്ടിയ ടയറിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഗ്ലാസ്ഗോയിൽ നമ്മുടെ ഡോക്ടർ ടയേഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലഡോണിയൻ ഡിപ്പോയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് അവർക്ക് മൊബൈൽ സർവീസസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവർക്ക് അവിടെ കാർ വാഷിങ്ങും എല്ലാം അവിടെ ഉണ്ട്. അപ്പം നമുക്ക് കാർ ടയർ മാത്രമല്ല മാറാൻ പറ്റുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാർ വാഷും ചെയ്യാൻ പറ്റും ഗൈസ്. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു, ടയറിൻ്റെയൊക്കെ വീഡിയോ എടുത്തു, ഷോപ്പിൻ്റെ കുറേ വീഡിയോ എടുത്തു, ചുമ്മാതെ ചുറ്റിനുമുള്ള വീഡിയോസൊക്കെ എടുത്തു. അമ്മയും കുഞ്ഞും അഞ്ജലിയൊക്കെ അവർ വെറുതെ ബോറടിച്ച് കാറിലിരിക്കുക. ഞങ്ങളൊരു 10-15 മിനിറ്റ്സായിട്ട് ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോഴാണ് അവരുടെ മൊബൈൽ സർവീസിൻ്റെ വണ്ടി വരുന്നത് കണ്ട് അപ്പോൾ നൈസായിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ടയേഴ്സിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു.
അങ്ങനെ വിശപ്പിൻ്റെ വിളി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി എഡിൻബ്ര വരെ പോകാനുള്ള ടൈമില്ല. കാരണം ഓൾറെഡി 9 മണി കഴിഞ്ഞിരുന്നു. നമുക്ക് എഡിൻബ്രയിലെ ഷോപ്പ് 10 മണിയാകുമ്പോഴാണ് അടയ്ക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ 1 അവർ അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ആ പ്ലാൻ ക്യാൻസൽ ചെയ്യാതെ വേറെ വഴിയില്ല ഗൈസ്. അങ്ങനെ കേരള ഫുഡ് കഴിക്കാൻ പോയ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഇന്ത്യൻ ഫുഡെങ്കിലും നമുക്ക് കഴിക്കാം ജിത്തുവേട്ട എന്ന് പറഞ്ഞപ്പോൾ ജിത്തുവേട്ട സജസ്റ്റ് ചെയ്തു നമുക്ക് ചായവാലയിലോട്ട് പോയാലോ എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ഒരു 10 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളായിരുന്നു ചായവാല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചായവാലയിലോട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തു പതുക്കെ ചായവാലയിലോട്ട് നടക്കുകയാണ്. അപ്പം ഇവിടെയുള്ള എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയത്തില്ല, നമുക്ക് ഗ്ലാസ്ഗോയിൽ നല്ലൊരു അടിപൊളി ചായവാല, അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈല് ബോംബെ സ്റ്റൈൽ ഫുഡെന്നാണ് അവർ അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിവേ നല്ലൊരു ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് അവിടെ ഉള്ളത്. ഞാനിപ്പം എനിക്ക് തോന്നുന്നൊരു 3rd ടൈമാണ് തോന്നുന്നു ചായവാലയിൽ പോകുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഇതുപോലെ ജിത്തുവേട്ടനെ ചായവാലയിൽ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്തായാലും സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ആ ഒരു സങ്കടം മാറിക്കിട്ടി. ചായവാലയിൽ പോയി നല്ല അടിപൊളി ഒരു പിങ്ക് ചായയും കുടിച്ചു. നല്ല അടിപൊളി ഫുഡുമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടി. എഡിൻബ്ര പോകാത്ത സങ്കടം ഒരു വശത്തുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് നെക്സ്റ്റ് ടൈം പോകാമെന്ന് സമാധാനിച്ച് ഞാൻ ചായവാല കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് ചായവാലയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. സീറ്റ് കിട്ടുമോയെന്ന് പോലും ഒരു ഉറപ്പില്ലായിരുന്നു. ഓൾറെഡി 9:15 സമയം കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു 11 o'clock 11:30 ആ ടൈമിലെപ്പോഴാണ് ചായവാല ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പതുക്കെ എൻട്രൻസിലോട്ട് കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നല്ല തിരക്കായിരുന്നു. ഓർഡർ ചെയ്യാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് പെട്ടെന്ന് മെനു ഒന്നും ഒരുപാട് കിഴിഞ്ഞ് നോക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. ഞാനൊരു ടോസ്റ്റി ഓർഡർ ചെയ്തു, ചിക്കൻ ടിക്ക ടോസ്റ്റി. ജിത്തുവേട്ടനും അഞ്ജലി അമ്മയും ഒരു റാപ്പാണ്, ചിക്കൻ ടിക്കയുടെ റാപ്പാണ് ചൂസ് ചെയ്തത്. പിന്നെ കുഞ്ഞിന് ഞാനൊരു ആലു പൊറോട്ടയും പിന്നെ മെയിൻ സാധനമായ ചായ. ഞങ്ങൾ 4 പേരും 4 ചായ ഓർഡർ ചെയ്തു. എന്നിട്ട് അമ്മ അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ സാധനങ്ങളാണല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരെൻ്റെ കയ്യിലൊരു കുഞ്ഞ് ഡിവൈസ് തന്നു. അപ്പം നമ്മളിനി ആ ഡിവൈസും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് ആരും കൊണ്ട് തരുമോ അല്ലെങ്കിൽ നമ്മുടെ പേര് വിളിക്കുകയോ അങ്ങനെയൊന്നും അവിടെ ചെയ്യത്തില്ല. ഈ ഡിവൈസിനകത്ത് ഒരു റിങ് വരും. ആ റിങ് വരുന്ന ടൈമിലാണ് നമ്മൾ അവിടെ പോയി നമ്മുടെ ഫുഡ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റിങ് വരുന്നവരെ നമുക്ക് എവിടെയെങ്കിലും ഒരു സീറ്റൊക്കെ തപ്പിപ്പിടിച്ച് പതുക്കെ അവിടെ ഇവിടേക്ക് ഒന്ന് വായി നോക്കി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു സീറ്റൊക്കെ തപ്പിപ്പിടിച്ച് ഞങ്ങളവിടെ ഇരിക്കാൻ പോവാണ്. അതുപോലെ നമ്മൾ ഇരുന്ന ആ സൈഡിൽ തന്നെ നല്ല അടിപൊളി ഒരു റിവർ സൈഡ് വ്യൂവും കൂടെ നമുക്ക് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ പതുക്കെ ഇവരെ അവിടെയൊക്കെ ഇരുത്തിയിട്ട് നൈസായിട്ട് മിച്ചാപ്പി ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വെളിയിലോട്ടൊക്കെ പോവാം എന്ന് വിചാരിച്ചു. ജിത്തുവേട്ടനോട് ഞാൻ പറഞ്ഞു, ജിത്തുവേട്ട മിച്ചാപ്പി ഒന്ന് നോക്കിക്കോണേ എവിടെ നിന്ന്. വന്ന ഉടനെ ഫോണിൽ കുത്തിക്കൊണ്ട് മാറിയിരിക്കുക. എല്ലാവരും ഫോണിൽ കുത്തും. അഞ്ജലി ഫോണിലാണ്, അമ്മയാണെങ്കിൽ പതുക്കെ അവിടെ ഉള്ളവരെല്ലാം വായി നോക്കി അവിടെ അമ്മ ഇരിക്കുന്നു. ഞാൻ എന്തായാലും എൻ്റെ ജോലി വീഡിയോ എടുക്കലാണല്ലോ. ഞാനപ്പോൾ പതുക്കെ മിച്ചാപ്പിയുടെ കണ്ണ് വെട്ടിച്ച് വെളിയിലോട്ടുള്ള വ്യൂസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പതുക്കെ വെളിയിലോട്ട് ഇറങ്ങുവാണേ. അപ്പം ഞാനിപ്പം നിങ്ങളെ ആ വെളിയിലത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാം. നമുക്ക് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരുപാട് തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ പോയി നിന്നോ ഇരുന്നോ ഒക്കെ ചായ കുടിക്കേണ്ടവർക്ക് അതും ഇവിടെ നടക്കും. അപ്പം എന്തേ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ അല്ലേ നോക്കി. ഒരുപാട് ഇരിട്ടേറ്റുമില്ല. സമയം 9:15 കഴിഞ്ഞു. ഒരുപാട് നല്ല ഒട്ടും ഇരിട്ടിട്ടില്ലെന്ന് പറയാം. തേണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒറ്റ കണ്ണ് തെറ്റിയാൽ മതി അപ്പം എൻ്റെ പുറകിന് വരും. അവന് ഈ വ്യൂസൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ സ്റ്റെപ്പ് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി ഞാൻ പതുക്കെ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ സ്കൂട്ടായി വീണ്ടും അകത്തോട്ട് പോവാണ്. വിശപ്പിൻ്റെ വിളി നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല. ഈഗർലി എല്ലാവരും വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടി. അങ്ങനെ ഇതാ ഗൈസ് നമ്മുടെ ഗാഡ്ജറ്റ് ബസർ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബസർ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫുഡ് വാങ്ങാനായിട്ട് ഞാനും അഞ്ജലിയും കൂടെ പതുക്കെ പോയിട്ട് ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് വരുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നൈസായിട്ട് ജിത്തുവേട്ടയിൽ ഗോപ്രോ ഒക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു, ജിത്തുവേട്ടാ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഞങ്ങളുടെ വീഡിയോ എടുക്കണേ എന്നെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡും ചായയും എല്ലാം എടുത്തുകൊണ്ട് വരുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫുഡൊക്കെ വന്നു. ഇനിയിപ്പം അറ്റാക്ക് ആണ്, കാരണം എല്ലാവരും നന്നായിട്ട് വിശന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുപ്പോൾ മതിയെന്നും പറഞ്ഞ് ജിത്തുവേട്ടൻ പതുക്കെ എന്നെ 2 ചീത്തയൊക്കെ വിളിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ.
ആലു പൊറോട്ട, ടോസ്റ്റ്, പിന്നെ അവരുടെ 3 പേരുടെ റാപ്പ്. അടിപൊളിയായിരുന്നു. വീഡിയോ എടുക്കുന്നത് മനസ്സിലായിട്ട് കൈവൊക്കെ സൂപ്പറായിരുന്നു. മിച്ചാപ്പി പറ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അയ്യേ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആ പടത്തിലൊരു സുഖമില്ലല്ലോ. മിച്ചാപ്പി പറ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? സൂപ്പറായിരുന്നു. എങ്ങനെ സൂപ്പറെന്ന് കാണിക്കുന്നത്? ഇങ്ങനെയാണോ സൂപ്പർ കാണിക്കുന്നത്? അങ്ങനെ ഞങ്ങൾ ചായ വാഴയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരുടെ റിവ്യൂ ഒക്കെ കേട്ടല്ലോ. അപ്പം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങൾ പതുക്കെ ഇനി വീട്ടിലോട്ട് പോകാനുള്ള ലക്ഷ്യത്തിലെല്ലാവരും ഞങ്ങൾ എഴുന്നേച്ചു. മിച്ചാപ്പി ഭയങ്കര ടയേർഡാണ്. അപ്പോൾ പതുക്കെ അച്ചാച്ചൻ്റെ കയ്യിലൊക്കെ കയറി ഇനി നടക്കാൻ വയ്യ എന്നൊരു സിറ്റുവേഷനിൽ അവൻ ജിത്തുവിൻ്റെ കയ്യിലൊക്കെ കയറി. കണ്ടോ, ഇപ്പം സമയം നിയർലി 10:45 ആയിട്ടുണ്ട്. ഇപ്പോഴും നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി സൺഡേ. എനിക്കറിയത്തില്ല മറ്റുള്ള ദിവസങ്ങൾ ഇത്രയും തിരക്കുണ്ടോയെന്ന്, പക്ഷേ സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് നടക്കാം. കാറ് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയാണ് നമ്മൾ പാർക്ക് ചെയ്തതെന്ന്. കണ്ടോ, സമയം 11 മണിയാകാൻ പോകുന്നു. പക്ഷെ എന്നാലും നല്ല വെട്ടം. ഞങ്ങൾ പതുക്കെ കാറിൻ്റെ അടുത്തോട്ട് എത്തി. അപ്പം വേണ്ടടാ അച്ഛനും മോനും കൂടെ ഭയങ്കര കളി. ഞാൻ അവർ രണ്ട് വഴക്കൊക്കെ പറഞ്ഞ് ഈ രാത്രിയിലാണ് നിങ്ങളുടെ കളി എന്നൊക്കെ പറഞ്ഞ് രണ്ടിനെയും പിടിച്ച് ഞാൻ കാറിലൊക്കെ കയറ്റി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് നമുക്ക് ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ഡ്രൈവാണുള്ളത്. രാത്രിയായതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ട്രാഫിക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു സിഗ്നലിൽ കിടക്കുകയാണിപ്പം. പക്ഷെ എന്നാലും നമുക്ക് വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി 11 മണിയായല്ലോ. നിങ്ങൾ ആകാശത്തോട്ട് നോക്കുവാണെങ്കിൽ തന്നെ കാണാം നല്ല തിരിച്ച് വീടെത്താറായി. അപ്പോഴത്തേക്കിന് ചേട്ടൻ പറഞ്ഞു, എന്നാൽ നമ്മൾ ഇറങ്ങിയതല്ലേ, വണ്ടി കൊണ്ടൊന്ന് വാഷ് ചെയ്തിട്ടങ്ങ് പോകാം, കാരണം നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള. അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാർ വാഷ് ഉണ്ട്. അത് നമുക്ക് സെൽഫായിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പെട്രോൾ പമ്പ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പാണ്. അപ്പം നമ്മളവിടെ ഒരു ജെറ്റ് വാഷ് ഉണ്ട്. അപ്പോൾ ചേട്ടനപ്പം അവിടെ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം രാത്രി ആയി. പക്ഷെ എന്നാലും നമുക്ക് ആകാശത്ത് ഇപ്പോഴും വെട്ടമുണ്ട്. പിന്നെ കുഞ്ഞും എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയില്ല. ചേട്ടനപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് പൈസ ടാപ്പ് ചെയ്തിട്ട് വണ്ടി വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ എഡിൻബ്രയിൽ പോകാൻ ഇറങ്ങിയ ഞങ്ങൾ വലിയൊരു കഥയ്ക്ക് ശേഷം തിരിച്ച് എത്താൻ പോവുകയാണ് ഗൈസ്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി മുൻപോട്ട് ഒരുപാട് ട്രാവലിംഗ് വീഡിയോസും ഫുഡ് വീഡിയോസും അങ്ങനെ ഒരുപാട് വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബായ്.